തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടി ചേരുന്നുണ്ട്. രാവിലെ 10 മണിക്ക് ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യതയുള്ളത്. തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തുന്നതിലടക്കം തീരുമാനവും എടുക്കും. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ആഷിഖ് റഹ്മാൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ തൃശൂർ പൂരം നടത്തണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസം കൂടിയാണ്. അപ്പം എപ്പോഴാണ് ഈ മന്ത്രിസഭാ യോഗം ചേരുക? എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, രാവിലെ 10 മണിയോടുകൂടി മന്ത്രിസഭായോഗം ആരംഭിക്കും. ഓൺലൈനായിട്ടാണ് മന്ത്രിസഭായോഗം ചേരുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതി കൂടെയാണ് ഈ മന്ത്രിസഭായോഗം, പ്രത്യേകിച്ച് തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയുള്ള ഈ മന്ത്രിസഭായോഗം ഇന്ന് ഓൺലൈനായി 10 മണിയോടുകൂടി ചേരുന്നത്. ഏറ്റവും പ്രധാനം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തണോ എന്നതിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കും. ശേഷം അത് തിരുവമ്പാടി, പാറമേക്കാവ് ദിവസങ്ങളെ അറിയിക്കാനാണ് സാധ്യത. അതോടുകൂടി തന്നെ ഈ ഇരകൾക്കുള്ള നഷ്ടപരിഹാരം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. ശേഷം അത് ഒരുപക്ഷെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം ഇതിലൊരു സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അതും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കാരണം ഇത്തരത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ സ്ഥിരമായി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ അതിനൊരു സമഗ്ര അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്.